ഇന്ന് അടുത്ത മോഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഈ മോഡ്യൂളില് ജനറേറ്റിംഗ് ഫങ്ഷൻസ് ആണ് ശരിക്കും ഈ മോഡ്യൂളിൽ വന്ന കൂടുതൽ ടോപ്പിക്സ്. അതായത് ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഒക്കെ തന്നിട്ട് അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഫങ്ഷൻ എന്താണ്, അതൊക്കെയാണ് ഈ ഒരു മോഡ്യൂളിൽ കാണുന്നത്. അപ്പോ എന്താ ഫസ്റ്റ് ചെറിയ ആദ്യം ബിഗിൻ ചെയ്യാം. സോ ജനറേറ്റിംഗ് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് a0, a1, a2 be up to etc be a sequence of numbers. അത് നമുക്ക് കുറെ നമ്പേഴ്സ്, ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അത് എങ്ങനെ വേണമെങ്കിലും ആവാം. പല ടൈപ്പ് സീക്വൻസസ് ഉണ്ടല്ലോ, അതുപോലെ എങ്ങനത്തെ സീക്വൻസും ആവാം. അങ്ങനെ a0, a1, a2 അങ്ങനെ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. Then the function f of x equal to a0 plus a1x plus a2x square up to etc. ഇതിനെ നമുക്ക് ai x raised to n ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഈ ഒരു സീക്വൻസിനെ ആണ് നമ്മൾ ഇതിന്റെ, അതായത് ഈ a0, a1, a2 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ, that is it is called the generating function for the given sequence. അതായത് നമ്മൾ ഈ a0, a1, a2 കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ദാറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ, അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സീക്വൻസിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ 1 + x ഹോൾ റേസ് ടു n ഇതിന്റെ എക്സ്പാൻഷൻ ആണ്. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ x + y ഹോൾ റേസ് ടു n ന്റെ എക്സ്പാൻഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് കണ്ടിട്ടുണ്ട്. അത് അവിടെ x + yയുടെ എക്സ്പാൻഷൻ ആണെങ്കിൽ അതിൽ തന്നെ 1 + x ന്റെ ഒക്കെ എക്സ്പാൻഷൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ 1 + x ന്റെ x raised to n ന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് nc0 plus nc1x plus nc2x square plus up to etc ncn x raised to n. അപ്പൊ ഇതാണ് ഈ 1 + x ഹോൾ റേസ് ടു n ന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഎഫിഷ്യൻസ് ആയിട്ട് കിടക്കുന്നില്ലേ, ഈ കോഎഫിഷ്യൻസിനെ നമുക്കൊരു സീക്വൻസ് ആയിട്ട് എഴുതാമല്ല. nc0, nc1, nc2 ഇങ്ങനെ സീക്വൻസ് ആയിട്ട് എഴുതാം. സീക്വൻസ് ഓഫ് കുറെ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് ഇതെല്ലാം. അപ്പൊ എന്താണ് ഈ 1 + ഇതിനെ നമ്മൾ ക്ലബ് ചെയ്തുമ്പോ കിട്ടുന്നതാണ് ഈ 1 + x ഹോൾ റേസ് ടു n എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ് 1 + x ഹോൾ റേസ് ടു n എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ, അതായത് ഈ ഫോമിലോ അല്ലെങ്കിൽ നമുക്കിപ്പം ഒരു സീക്വൻസ് 1, 2, 3 അങ്ങനെ നമ്മളൊരു സീക്വൻസ് തരാം, അല്ലെങ്കിൽ 0, 0 അങ്ങനെ കുറെ സീക്വൻസ് തരും. ഇങ്ങനെയുള്ള സീക്വൻസിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണ് എന്നായിരിക്കും കണ്ടുപിടിക്കാനായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ ഉണ്ട്. കൺസിഡർ ദി സീക്വൻസ്, അത് 1 കൊണ്ട് മാത്രമുള്ള സീക്വൻസ് ആണ്. ഇതിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്തായിരിക്കും നോക്കാം. ഈ 1 കൊണ്ടുള്ള സീക്വൻസ് നമുക്ക് ഈ ഒരു ഫോമിൽ ഇതാണ് എന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഈ ഒരു ഫോമിലേക്ക് നമുക്ക് ആദ്യം എഴുതും. എന്നിട്ടാണ് നമ്മൾ അതിനൊരു ഫംഗ്ഷൻ രൂപത്തിലേക്ക് മാറ്റാൻ പോണത്. അപ്പം ഈ a0, a1, a2 സ്ഥാനത്തൊക്കെ ഇവിടെ 1 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? a0 സ്ഥാനത്ത് 1, x raised to 0 ആയിരിക്കും. ഇവിടെ ശരിക്കും x raised to 0 എന്നുള്ള മീനിങ് ഉണ്ട്. x raised to 0 എന്ന് പറയുമ്പോൾ എന്താണ്? 1 ആണ് ഈക്വൽ ടു. സോ 1 x raised to 0 പ്ലസ് a1 1 ആണ്. സോ 1x പ്ലസ് a2 എന്താണ്? 1 തന്നെയാണ്. അപ്പൊ 1x സ്ക്വയർ പ്ലസ് അങ്ങനെ 1x ക്യൂബ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പ്ലസ് 1x raised to n അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതണത്. അതായത് ഈ 1 നമുക്ക് സീക്വൻസ് വന്നിട്ടുണ്ട്, അതിനെ നമ്മളൊരു ഫംഗ്ഷന്റെ ഫോമിലേക്ക് എഴുതുകയാണ്. അതായത് ഇതിലേക്ക് ഈ a0, a1, a2 എന്നുള്ളതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന സീക്വൻസസിലെ വാല്യൂസ്. ഇനി ഇതിനെ ഈ ഒരു സീക്വൻസ് നമുക്ക് ഒരു ചെറിയ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് അതിനെ ക്ലബ് ചെയ്യാൻ പോവുകയാണ്. സോ ഈ 1 + x + x square plus up to etc x raised to n ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് 1/1 - x ആണ്. നമുക്ക് അത് ഫോർമുല ആയിട്ട് പഠിച്ചാൽ മതി. അതിന്റെ ഡെറിവേഷൻ ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഈ ഫോർമുല എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി.
അതായത് 1 plus x square plus up to etc x raised to n. ഈ ഒരു സം, ഇതിനെ സം എന്ന് പറയാം. ഇതിന്റെ ഫോം എന്ന് പറയുന്നത് 1/1 - x ആണ്. അതിന് നമുക്ക് ഇപ്പൊ ഈ 1 + x square plus up to etc x raised to n നെ നമുക്ക് സമ്മേഷൻ രൂപത്തിൽ എഴുതുന്നതാണ് ഈ സംഭവം. പക്ഷെ നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഈ ഒരു ടേം ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ആ തന്നിരിക്കുന്ന സീക്വൻസിനെ കൊണ്ടുവരണം. അതാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ ചെയ്യണത്. മെയിൻ ആയിട്ട് നോക്കുന്നത് നമ്മൾ ആ ഒരു തന്നിരിക്കുന്ന സീക്വൻസിനെ ഇങ്ങനെ ഈ ഒരു ഫോമിൽ ഫസ്റ്റ് അറേഞ്ച് ചെയ്യും, എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരും. അപ്പം ഇത് ഇപ്പോഴും ഓർത്തിരിക്കാം. അതായത് ഇങ്ങനെ കുറെ ഫങ്ഷൻസ് നമ്മൾ ഇനി കാണും. അതായത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസിന്റെ ഈ ഫോർമുല ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സീക്വൻസ് വെച്ചിട്ട് എന്തായിരിക്കും ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് കണ്ടുപിടിക്കാൻ പാടാം. അത് ഇങ്ങനെയുള്ളത് നമുക്ക് ഇനി അങ്ങോട്ട് കാണാം, അത് ഓർത്ത് വെക്കണം. ഇനി അടുത്തത് ഈ 1/1 - x എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാലോ, 1 - x raised to -1 എന്ന് എഴുതാം. ജനറേറ്റിംഗ്. അപ്പൊ ഇതിനെ ജനറലൈസ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. 1/1 - x equal to 1 - x whole raised to -1 is the generating function for the sequence 1, 1, up to etc 0, 0. ഇതാണ് ഇതിന്റെ ജനറേറ്റിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന കേസുകളിൽ 1 ഇങ്ങനെ അതായത് ഇൻഫിനിറ്റിയിലേക്ക് ഈ സീക്വൻസ് പോകുന്ന കേസ്. ഇപ്പം ഒരു പെർട്ടിക്കുലർ കേസിൽ, അതായത് ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ, അതായത് ഒരു പെർട്ടിക്കുലർ x raised to n ൽ വെച്ച് എൻഡ് ചെയ്യുകയാണെങ്കിൽ ഉള്ള ജനറേറ്റിംഗ് ഫോർമുല എന്ന് പറയുന്നത് ഇതായിരിക്കും. 1 - x raised to n plus 1/1 - x. ഇതിപ്പോ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ശരിക്കും 1 1 വരും, 1 1 1 1 വരും. ഇതിന് പകരം ഇവിടെ 1, 1, 1, up to etc 1, 0, 0 എന്നുള്ള രീതിയിൽ വരാണെങ്കിൽ, അതായത് ഒരു പെർട്ടിക്കുലർ എന്ത് ടേമിൽ എത്തും, ഇതിന് എന്ത് ടേം എന്ന് പറയാം, എന്ത് ടേം വരെ 1 വരുന്നുള്ളൂ, ബാക്കി അങ്ങോട്ടെല്ലാം സീറോസ് ആണ് ആ സീക്വൻസില്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല 1 - x raised to n plus 1/1 - x. ഒരു നോട്ട് എഴുതുന്നത്, that is 1/1 - x equal to 1 plus x square plus x cube plus up to x is valued for all real numbers where modulus of x less than 1. അതായത് എല്ലാ റിയൽ നമ്പേഴ്സും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ റിയൽ നമ്പേഴ്സിലും ഈ ഒരു ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് ആ നോട്ട് എഴുതുന്നത്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് ഒരു ടൈപ്പ് അതായത് ഈ 1/1 - x-ന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കിട്ടിയ ജനറേറ്റിംഗ് ഫംഗ്ഷൻ വെച്ച് വേറെ കുറച്ച് സീക്വൻസുകളുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ കിട്ടി. ഇനി ആ ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ വെച്ച് കുറച്ച് വേറെ കണ്ടുപിടിക്കാൻ പോകണം. അതിനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ 1/1 - x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതായത് ഈ സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യും, ഈ സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതായത് d/dx ഓഫ് 1/1 - x കണ്ടുപിടിക്കും. അതിന്റെ കൂടെ തന്നെ d/dx ഓഫ് 1 plus x plus x square ഇത് കണ്ടുപിടിക്കും. അതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോണത്. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/1 - x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1/1 - x whole square into -1. അത് നമ്മുടെ സാധനം ഡിഫറൻഷിയേഷന്റെ ഫോർമുല വെച്ചിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതായത് ഈ 1/1 - x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 1/1 - x the whole square ആയിരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഫോർമുല. അപ്പൊ നമുക്ക് ഒരു പാർട്ട് കിട്ടി, അതായത് LHS പാർട്ട് നമുക്ക് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് അതായത് RHS പാർട്ട് കൂടെ കാൽക്കുലേറ്റ് ചെയ്യും. അതിനായിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും, ഈ പാർട്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് d/dx ഓഫ് 1 plus x plus x square plus x cube നമ്മൾ വീണ്ടും അടുത്ത ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ അതിന് ഡിഫറൻഷിയേറ്റ് 1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആവും. അപ്പൊ ഇവിടെ 0 പ്ലസ് എന്ന് എഴുതാം. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. എക്സ് സ്ക്വയർ ആണെങ്കിൽ 2x ആവും, എക്സ് ക്യൂബ് 3x സ്ക്വയർ ആവും. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്തായി, 1/1 - x ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ ഇത് കിട്ടി. 1 plus x square up to etc അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ നമുക്ക് ഇത് കിട്ടി. ഇനി ഇത് രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും,
1/1 minus x square equal to 1 plus 2x plus 3x square plus up to etc. നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഇതിനെ സീക്വൻസ് ആയിട്ട് എടുക്കാതെ നമുക്ക് 1, 2, 3, അതായത് 1, 2, 3, 4 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആ സീക്വൻസ് ഇല്ലേ, അത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞു. അതിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. അതായത് നമുക്ക് ഇപ്പൊ എന്താ പറ്റി, ഒരു ബേസിക് ആയിട്ടുള്ള ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ജനറേറ്റിംഗ് ഫംഗ്ഷൻ കിട്ടി. അതായത് ഒരു വേറൊരു സീക്വൻസിന്റെ ഇവിടെ 1 എന്ന് മാത്രം സീക്വൻസ് വരുന്ന അതിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് പറ്റി, ഇവിടെ എത്തിയപ്പം 1, 2, 3, 4 അങ്ങനെ പോകുന്ന നമ്പേഴ്സിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കിട്ടി. ഇനി ഇതിനെ വീണ്ടും ഇനി അടുത്തതിലേക്ക് ഒരു എക്സ് വെച്ച് രണ്ട് സൈഡ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇവിടെ 1/1 minus x square ഈക്വൽ ടു ഇതിന് ഈ ഒരു ഇക്വേഷൻ 1ലേക്ക് ഞാൻ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എന്ത് പറ്റും, x/1 minus x square ഈക്വൽ ടു ഈ ഹോൾ ടേംസ് എല്ലാ ടേമിലേക്കും എക്സ് മൾട്ടിപ്ലൈ ആവും. ഇപ്പൊ 1 ഇൻറ്റു എക്സ് വരും. അപ്പൊ എക്സ് ഈ 2x കൂടെ ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x² വരും, 3x³ വരും, അങ്ങനെ പോകും. ഇനി അടുത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0 എന്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്ത് കൊടുക്കും. നമുക്കത് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പം എന്ത് പറ്റി, അപ്പൊ ഇവിടെ 1, 2, 3, 4 എന്നുള്ള സാധനത്തിന്റെ 1, 2, 3, 4 എന്നുള്ള നമ്പറിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഇതാണ് കിട്ടിയത്. അപ്പൊ ഇതിന്റെ കൂടെ ഫ്രണ്ടിൽ ഒരു 0 കൂടെ ഞാൻ കൊടുത്തു എന്ന് വെച്ചോ. ഈ ഒരു സീക്വൻസ് അതായത് 1, 2, 3, 4ന്റെ സീക്വൻസ് ഫ്രണ്ടിൽ ഒരു 0 കൂടെ കിടന്നെങ്കിൽ എന്ത് പറ്റും, അതിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതായി മാറും, x/1 minus x square. ഈ പറയുന്ന ജനറേറ്റിംഗ് ആയി ഇനി പറഞ്ഞു ഒരുപാട് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് കാണും. ഇതെല്ലാം ഓർത്ത് വെക്കണം, കാരണം എക്സാമിന് അല്ലെങ്കിൽ നമുക്ക് പാടായി പോകും എഴുതുമ്പോ. ഇത് എളുപ്പത്തിൽ നമുക്ക് ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഒരു സീക്വൻസ് കാണുമ്പോൾ അത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു എക്സ് വെറുതെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ കൂടെ ഒരു 0 ആഡ് ചെയ്തു, ഫ്രണ്ടിൽ ഒരു 0 കൊണ്ട് ആഡ് ചെയ്തപ്പം വേറൊരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ കിട്ടി. അതായത് വേറൊരു സീക്വൻസിന്റെ വേറൊരു സീക്വൻസിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കിട്ടി. ഇനി അടുത്തത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ഉണ്ടല്ലോ, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുത്തു. ഇതിനെ ഞാൻ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് d/dx of x/1 minus x square. അത് രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോഴും നമുക്ക് വേറെ ഒരു ഫംഗ്ഷൻ കിട്ടി, ഈ ഫോമിൽ കിട്ടി. 1 plus 2² x plus 3² x square plus അങ്ങനെ പോണത്. അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ കിട്ടിയതാണെങ്കിൽ ഈ സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ കിട്ടിയതാണെങ്കിൽ x+1 1 minus x³ ഈ സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ കിട്ടിയത് ഇതുമാണ്. അപ്പൊ വേറൊരു അടുത്തൊരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അതായത് ഈ ഒരു സാധനത്തിന്റെ ഈ ഒരു സീക്വൻസിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കിട്ടി. അത് നമ്മൾ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലൈ ഒരു ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്തപ്പോ നമുക്ക് പുതിയ പുതിയ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് പുതിയ ജനറേറ്റിംഗ് ഫംഗ്ഷൻ അല്ല, പുതിയ പുതിയ സീക്വൻസുകളുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇപ്പൊ ഇവിടെ സീക്വൻസ് മാറില്ല. ഇവിടെ ഇത്രയും നേരം നമ്മള് നോർമൽ ആദ്യം 1 വെച്ചുള്ള സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സിന്റെ 1 മാത്രം വരുന്ന സീക്വൻസിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കിട്ടി. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ നമുക്ക് 1, 2, 3 എന്നുള്ള സീക്വൻസിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കിട്ടി. അതിന്റെ കൂടെ ഒരു എക്സ് മൾട്ടിപ്ലൈ അതിന്റെ കൂടെ ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ അടുത്ത ജനറേറ്റിംഗ് ഫംഗ്ഷൻ കിട്ടി. അതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ അടുത്തത് കിട്ടി. ഇനി ഈ ഒരു സാധനത്തിന്റെ കൂടെ ഒരു 0 കൂടെ ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്നു. നേരത്തെ ഇവിടെ 0 കൊണ്ടുവന്ന പോലെ ഇതിന്റെ കൂടെ ഞാൻ ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് 0 കൂടെ എന്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്തപ്പോ അടുത്ത ജനറേറ്റിംഗ് ഫംഗ്ഷൻ കിട്ടി. അതായത് 0², 1², 2² അങ്ങനെ പോകുന്ന സീക്വൻസിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് x × x+1/1 minus x whole cube. അതായത് നമ്മൾ ഒരു സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അതായത് ഒരു ബേസിക് ആയിട്ടുള്ള സീക്വൻസിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്ത് വേറെ കുറെ ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് നമുക്ക് കിട്ടി. അതാണ് ഇവിടെ കണ്ടത്. ഇനി കുറച്ച് റിസൾട്ട്സ് ആണ്. അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള നേരത്തെ കണ്ടില്ല 1 + x whole raised to n എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. അത് ജസ്റ്റ് എഴുതിയിരിക്കുന്നില്ല, അത് പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും എന്ന് നോക്കാൻ വേണ്ടിട്ട്. ഇവിടെ മൈനസ് ആണ്, അത് ജസ്റ്റ് ഫോർമുല ആയിട്ട് അറിഞ്ഞാൽ മതി. ഇനിയിപ്പോ അടുത്ത് നമുക്ക് കുറച്ച് സീക്വൻസസ് തന്നിട്ടുണ്ട്, അതിന്റെ ജനറേറ്റിംഗ് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
That is find the generating function for the following sequence. അപ്പൊ നമുക്ക് ഇവിടെ 6 ടൈപ്പ് സീക്വൻസസ് തന്നിട്ടുണ്ട്. അതിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് 0, 1, 3, 9, 27. അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്? ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് അപ് ടു എക്സെട്ര എ എൻ എക്സ് റേസ് ടു എൻ എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ ഇരിക്കുക. അതായത് നമുക്കൊരു സീക്വൻസ് എ നോട്ട് എ വൺ എ ടു അപ് ടു എക്സെട്ര എ എൻ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഈ എ നോട്ട് എ വൺ എ ടു ഈ ഒരു ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇവിടെ എ നോട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ എ വൺ എന്ന് പറയുന്നത് 1 വരും, എ ടു എന്ന് പറയുന്നത് 3 വരും, എ ത്രീ എന്ന് പറയുന്നത് 9 വരും. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് പറ്റി? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് 1x പ്ലസ് 3x സ്ക്വയർ പ്ലസ് 9x ക്യൂബ് പ്ലസ് 27x റേസ് ടു 4 അപ് ടു എക്സെട്ര. അത് ആ സീക്വൻസിനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഇനി ഇതിനൊരു ജനറേറ്റിംഗ് ഫംഗ്ഷനിലേക്ക് മാറ്റുകയാണ്. അതിനായിട്ട് നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു സീക്വൻസിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഇതാണ് വെച്ചാൽ, അതായത് കുറച്ച് ഫോർമുലാസ് നമുക്ക് വേറെ ഞാൻ അത് സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്. അതായത് ഇതിനിപ്പോ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ എക്സിനെ നമുക്ക് വെളിയെ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് 3x പ്ലസ് 9x സ്ക്വയർ പ്ലസ് ഇങ്ങനെ പോകും. ഈ ഒരു സാധനത്തിൽ നിന്ന് എക്സ് ഞാൻ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പൊ എക്സ് ഇൻറ്റു ഈ ഒരു എക്സ്പാൻഷന്റെ ഈ ഒരു കൊടുത്തിങ്ങനല്ലേ, ഈ ഒരു എക്സ്പാൻഷനെ നമുക്ക് 1/1 മൈനസ് 3x എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണ് എക്സ് ബൈ 1 മൈനസ് 3x എന്ന് പറഞ്ഞത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പ്ലസ് എ എക്സ് പ്ലസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് അപ് ടു എക്സെട്ര ഇങ്ങനെ പോകുന്ന ഇതാണ് ഒരു അല്ലെങ്കിൽ ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു ഇതെന്ന് വെച്ചോ. ഇതിന്റെ നമ്മൾ ഷോർട്ട് ആയിട്ട് എഴുതണമെന്ന് വെച്ചാൽ 1/1 മൈനസ് എ എക്സ് എന്നായിരിക്കും. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത്. ദാറ്റ് ഇസ് 1 മൈനസ് എ എക്സ് ഹോൾ റേസ് ടു -1 ഇങ്ങനെ എഴുതാമല്ലോ ഇതിനെ. ദാറ്റ് ഇസ് ഈക്വൽ ടു, അതായത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സീരീസ് ആണ് ഇതിനെ നമുക്ക് സീരീസ് എന്ന് പറയാം. നമുക്ക് ഒരു കോമൺ ആയിട്ട് നമുക്ക് നമ്പേഴ്സ് എഴുതുമ്പോൾ അതിനെ സീക്വൻസ് ഒന്നും, ഇതിനെ ആഡ് ചെയ്ത് എഴുതുമ്പോൾ സീരീസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സീരീസ് എന്ന് പറയുന്നത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ സീരീസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 മൈനസ് 1 1 മൈനസ് 1. അടുത്ത സീക്വൻസ് ഇതാണ്. നേരത്തെ പോലെ തന്നെ എ നോട്ടിന്റെ സ്ഥാനത്ത് 1 എ വണ്ണിന്റെ സ്ഥാനത്ത് -1 എ ടുവിന്റെ സ്ഥാനത്ത് +1 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഒരു സമ്മ് നേരത്തെ നമ്മൾ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇതിന്റെ സമ്മേഷൻ നമ്മൾ കണ്ടായിരുന്നു. ഇനി 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ഈ പോകുന്ന സീരീസിന്റെ ഇതെന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് ആയിരിക്കും. 1/1 പ്ലസ് എക്സ്, ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു -1. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ സാധനം. നിങ്ങൾക്ക് ഇത് എങ്ങനെ അത് വന്നു എന്നൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ അത് അറിഞ്ഞിരുന്നാൽ മതി. അതായത് എങ്ങനെ ആഡ് ചെയ്യും, ഇങ്ങനെയാണ് ടേംസ് പറഞ്ഞെങ്കിൽ ഇതായിരിക്കും ഇതിന്റെ ഫോർമുല എന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തത് 8C0 8C1 8C2. നേരത്തെ പോലെ തന്നെ എ നോട്ടിന്റെ സ്ഥാനത്ത് 8C0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എ വണ്ണിന്റെ സ്ഥാനത്ത് 8C1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എ ടുവിന്റെ സ്ഥാനത്ത് 8C2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ കിട്ടി. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ സിംപ്ലിഫൈ ചെയ്യാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 8C0 നമുക്ക് ഈ NCRന്റെ ഫോർമുല നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചത്. അതായത് NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. ഇതാണ് NCRന്റെ ഫോർമുല. നമ്മൾ ഓൾറെഡി സെക്കൻഡ് മോഡ്യൂളിൽ കണ്ടതാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ 8C0 അതായത് ആ വാല്യൂസ് എന്നിന്റെ സ്ഥാനത്ത് 8ഉം ആറിന്റെ സ്ഥാനത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിൽ വരും. ഈ ഒരു എക്സ്പാൻഷന്റെ സം എന്ന് പറയുന്നത് ഇതായിരിക്കും. അത് ജസ്റ്റ് അതായത് ഇപ്പൊ ഇതിന്റെ സ്ഥാനത്ത് 8ന് പകരം വേറെ 7 ആണെങ്കിൽ അതായിരിക്കും 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 7 ആയിരിക്കും, അല്ലെങ്കിൽ 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു ആ ഒരു ഫോമില്. ഇനി അടുത്ത സീരീസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 0,0. അപ്പൊ ആദ്യം ഫസ്റ്റ് 3 ടേംസ് 0, ബാക്കി 6 -6 ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെ നേരത്തെ പോലെ തന്നെ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു.
നേരത്തെ പോലെ തന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഫസ്റ്റ് ടേംസ് എല്ലാം 0 അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ് ക്യൂബിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു എക്സ് ക്യൂബ് നമുക്ക് കോമൺ ആയിട്ട് വെളിയിൽ എടുക്കാമല്ലോ. അപ്പൊ എക്സ് ക്യൂബ് കോമൺ ആയിട്ട് വെളിയിൽ എടുത്താൽ എന്ത് പറ്റും? 6 അല്ല എക്സ് ക്യൂബ് അല്ല 6x ക്യൂബ് എടുക്കാം. 6x ക്യൂബ് കംപ്ലീറ്റ് ആയിട്ട് കോമൺ ആയിട്ട് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 ആവും. 1 ഇവിടെ ആകുമ്പോൾ എന്ത് വരും? ഒരു എക്സ് മാത്രമേ ബാക്കിയാണുള്ളൂ. അതാണ് -x പ്ലസ് x² അങ്ങനെ പോകും. ഇതിന്റെ ഫോർമുല നമ്മൾ കണ്ടല്ലോ. ഈ ഒരു എക്സ്പാൻഷന്റെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, നമുക്ക് ആൻസർ കിട്ടും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ മോഡ്യൂള് ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്. കാരണം നമുക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ഫോർമുല കാണും. അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഫോമിലേക്ക് അത് വരും. ഒരു എളുപ്പമുള്ള ഒരു ഫോമിലേക്ക് വരും. അതായത് നമ്മൾ കണ്ട് പരിചയമുള്ള ഒരു ഫോമിലേക്ക് വരും. അതിൽ നിന്ന് നമ്മൾ നമുക്ക് അറിയാന്നുള്ള ആ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പാടുള്ള ഈ മോഡ്യൂൾ അത്ര അങ്ങനെ പാടുള്ള കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ഓൾറെഡി ആ ഫോമും ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് വേഗം ചെയ്ത് പോകാൻ പറ്റുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത 2 സെക്ഷൻ ഇതുപോലെ തന്നെയാണ്. 1, 0, 1, 0 ഇതുപോലെ തന്നെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ താഴെ ഞാൻ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ജനറേറ്റിംഗ് ഫംഗ്ഷൻസിനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് എന്തൊക്കെ ആയിരിക്കും, അതായത് എളുപ്പത്തിന് വേണ്ടി ഈ ഒരു ഫോമിലാണെങ്കിൽ വന്നതെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ എഴുതിയാൽ മതി. അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ട എക്സാമ്പിൾ ഇല്ലേ, ഇവിടെ ഈ 1x + 3x² + 9x³ + 27x⁴ ഈ ഒരു ഫോമില് എക്സിനെ പുറത്തെടുത്തപ്പം എന്ത് പറ്റി? 1 + 3x + 9x² അങ്ങനെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു 1 + ax + a²x² ആ ഒരു വരുന്ന സാധനത്തിന് നമുക്ക് ഈ ഒരു അതായത് എയുടെ സ്ഥാനത്ത് അവിടെ 3 വന്നേ ഉള്ളൂ. ഇവിടെ എയുടെ സ്ഥാനത്ത് 3 ആണെങ്കിൽ 1/1 - 3x എന്ന് വരും. എല്ലാം 1. അപ്പൊ 1 + 3x + 9x² + 27x³ എങ്ങനെയല്ലേ പോയിക്കണത്? നമ്മൾ ഇപ്പം മുകളിൽ കണ്ട ക്വസ്റ്റ്യന്റെ സെയിം അല്ല വന്നത്. ഈ ജനറേറ്റിംഗ് ഫംഗ്ഷൻ അല്ലേ വന്നിരിക്കുന്നത്. ഇതല്ലേ സീരീസ് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മൾ അവിടെ ഒരു എയുടെ സ്ഥാനത്ത് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നേ ഉള്ളൂ. അങ്ങനെ ഞാനത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസ്. ഈ ഒരു ഫോമിലാണ് വന്നെങ്കിൽ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഒരു ഫോമിലാണെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഒരു ഫോമിലാണ് വന്നെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ഈ ഒരു ഫോം ജനറേറ്റിംഗ് ഫംഗ്ഷൻ അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോമിന്റെ മെയിൻ ആയിട്ട് യൂസ് വന്നത്. ഈ 3 ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പൊ ഇന്നത്തേക്ക് മതി. അടുത്ത ക്ലാസ്സിലോ. ഓക്കെ.